നിങ്ങളും എന്നെ പോലെ ആവറേജ് ആയിട്ടുള്ള ഒരാളായിരിക്കും, ഇല്ലെങ്കിൽ ഈവൻ ബിലോ ആവറേജ് ആയിട്ടുള്ള ഒരാളായിരിക്കാം. പക്ഷേ ജന്മനാ ലുക്ക് ഇല്ല എന്ന് പറഞ്ഞ് ചെറുതായിട്ടൊരു ഇൻസെക്യൂരിറ്റീസ് കാണും. അത് കമന്റ് സെക്ഷനിൽ കാണാനും പറ്റുന്നുണ്ട്, ഒട്ടുമിക്കവരും അങ്ങനെ പറയാറുമുണ്ട്. എന്നാൽ പോലും മറ്റു ചില ചെക്കന്മാരെ പോലെ ഭയങ്കര ലുക്ക് ആവാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓവറോൾ ലുക്സ് ഒരു ലെവലിൽ ചെറുതായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഗ്രൂമിങ് കാര്യങ്ങളുണ്ട്, കുറച്ച് ഗ്രൂമിങ് ടൂൾസ് ഉണ്ട്. ഈ പറയുന്ന ടൂൾസ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ചേഞ്ചസ് കാണാൻ പറ്റും. ഒരു ലെവൽ ചെറുതായിട്ട് നിങ്ങളുടെ ലുക്സ് ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കും. ഇങ്ങനെ ഇരുന്ന് തന്നെ ഈ ഒരു കോലത്തിൽ എത്തിക്കാൻ ഒരുവിധം സഹായിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇത്. ഞാൻ യൂസ് ചെയ്യുന്ന ടൂൾസും യൂസ് ചെയ്തിട്ടുള്ള ടൂൾസും തന്നെയാണ്. സോ പറ്റുന്നതിൽ മാക്സിമം പ്രോഡക്ട്സ് ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഫുൾ ഡിസ്ക്ലോഷർ പറയുകയാണ്, അഫിലിയേറ്റഡ് ലിങ്ക്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ പോയി വേറെ എവിടെയെങ്കിലും മേടിക്കാം. നോ ഇഷ്യൂസ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാം. സോ ഇന്നത്തെ വീഡിയോ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ ഇട്ടെടുക്കാം. സോ ഗ്രൂമിംഗ് എന്ന കാര്യം നിങ്ങളുടെ ലുക്സ് ഇംപ്രൂവ് ആക്കാവുന്ന രീതിയിൽ മാത്രം കണ്ടാൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണെന്നും വെൽ പുട്ട് ടുഗെദർ ആണെന്നും നിങ്ങൾ ഇൻ കൺട്രോൾ ആണെന്നും കൂടെ ലോകത്തോട് കാണിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾ ഈ ഗ്രൂമിംഗ് ഓൺ പോയിന്റ് ആക്കുക. അതുകൊണ്ട് മറ്റുള്ളവരെ ബോധിപ്പിക്കുന്ന രീതിയിൽ കാണിക്കുക എന്ന് മാത്രം വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നിങ്ങളുടെ ഹെയർ കെയർ ടൂൾ. ഒരാൾ നിങ്ങൾ ആദ്യമേ കാണുമ്പോൾ 80% ചാൻസ് നിങ്ങളുടെ ഹെയർ ആണ് അവർ ആദ്യമേ നോട്ടീസ് ചെയ്യണം. അത് വെച്ച് നിങ്ങൾ ജഡ്ജ് ചെയ്യുകയും ചെയ്യും. അത് വേറൊരു കാര്യം. അത് മാത്രമല്ല, നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഹെയർ സ്റ്റൈൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയും കൂടെ ഒരുവിധം കാണിക്കും. സോ നിങ്ങൾക്ക് ആവശ്യമുള്ള ഹെയർ കെയർ ടൂൾസ് എന്തൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഹെയർ ട്രിമ്മർ. ഒരു ഹെയറിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രിമ്മർ വേണമെന്നില്ല, ഹെയറും ബിയർഡും കൂടി ഇൻക്ലൂഡ് ആക്കുന്ന ഒരു ട്രിമ്മർ ആയാലും മതി. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ഹെയർ ട്രിം ചെയ്യണം എന്നല്ല പറയാം. നിങ്ങൾ അത്യാവശ്യം സൈഡ്സും നിങ്ങളുടെ കഴുത്തിന്റെ ബാക്കിലുള്ള ആ ഗ്രോത്തും എക്സസ് ഗ്രോത്ത് ഉണ്ടെങ്കിൽ അതും കൂടെ ട്രിം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സാധനം യൂസ് ചെയ്യാം. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സ്വന്തം ട്രിമ്മർ വെച്ച് സൈഡ്സ് ഒന്നും ചെറുതായിട്ട് ക്ലിയർ ചെയ്യാൻ പോലും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ഫേസ് എപ്പോഴും ഷോപ്പിൽ പോയി എടുക്കാം, പൈസ സ്പെൻഡ് ചെയ്യാം. അത് വേറൊരു കാര്യം. ഇനി നിങ്ങൾക്ക് അറിയാം ഒരുവിധം തെറ്റിക്കാതെ ചെറുതായിട്ട് ക്ലീൻ ആക്കി കീപ്പ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്കില്ല് പഠിക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾ കുളവാക്കും എന്നുണ്ടെങ്കിൽ കഴിവതും കടയിൽ പോയി തന്നെ ചെയ്യാവും. ഞാൻ 2-3 തവണയൊക്കെ ചെയ്ത് കുളമാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ നെക്കിൻ്റെ ഈ സൈഡ് ബേൺസ് ഒക്കെ ഞാൻ ചെറുതായിട്ട് ട്രിം ചെയ്യാറുണ്ട്. അത് ആർക്കും പറ്റും, എളുപ്പമുള്ളൊരു കാര്യം തന്നെ. സോ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇനി രണ്ടാമത്തേത് ബ്രഷ് എന്ന് പറയുമ്പോൾ ഹെയർ ബ്രഷ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇപ്പോഴും പഴയ രീതിയിലുള്ള വിരലിടക്ക് കയറ്റിയിട്ട് ചീപ്പ് ആ ചീപ്പാണ് യൂസ് ചെയ്യുന്നത്. 2 രൂപ 5 രൂപ ചീപ്പം കണ്ട അതാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നതുണ്ടെങ്കിൽ കഴിവതും നിർത്താൻ ശ്രമിക്കുക. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ഗുഡ് ക്വാളിറ്റി ബ്രഷിലാണ്. അതായത് റൗണ്ട് ബ്രഷ് ഉണ്ട്, ഫ്ലാറ്റ് ബ്രഷ് ഉണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ വോളിമൈസ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഇതുപോലത്തെ ഹെയർ സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിൽ റൗണ്ട് ബ്രഷ് ആണ് കുറച്ചുകൂടെ നല്ലത്. ഞാനും അതാണ് പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫ്ലാറ്റ് ബ്രഷ് ആണെങ്കിൽ അതും യൂസ് ചെയ്യാം. കുറച്ചുകൂടെ കൺട്രോൾ കിട്ടുന്ന റൗണ്ട് ബ്രഷിലാണ്. ഇറ്റ്സ് ടോട്ടലി അപ് ടു യു. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാം. 200-300 രൂപ എടുത്താൽ അത്യാവശ്യം നല്ല സാധനം കിട്ടും. മൂന്നാമത്തെ കാര്യം ഹെയർ ഡ്രയർ. ഏതൊരു ഹെയർ സ്റ്റൈലും സെറ്റ് ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെയർ ഡ്രയർ ഇൻവെസ്റ്റ് ചെയ്യുന്ന നല്ലൊരു ഓപ്ഷനാണ്. ഓഫ് കോഴ്സ് എക്സ്പെൻസീവ് ആണെന്ന് ചിലർക്ക് തോന്നും. എന്നാൽ പോലെ 1300-1500 രൂപയൊക്കെ വൺ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 3-4 വർഷത്തോളം നിങ്ങൾക്ക് ഈ സെയിം സാധനം യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ്. വോളിമൈസ്ഡ് ആയിട്ടുള്ള ഇതുപോലത്തെ ഹെയർ സ്റ്റൈലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ബ്ലോ ഡ്രയർ യൂസ് ചെയ്താൽ മാത്രമേ അത് കിട്ടൂ. അല്ലാതെ ചുമ്മാ പൊക്കി വെച്ച് മുടി ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബ്ലോ ഡ്രയർ യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. ബ്ലോ ഡ്രയർ യൂസ് ചെയ്യുന്നതിന് മുമ്പേ ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് ക്രീംസോ ഓയിൽസോ യൂസ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ലോങ് ടേം നോക്കുന്നതിന് നിങ്ങൾക്ക് ഹെയർ നല്ല രീതിയിൽ ഡാമേജ് വരാനും സാധ്യതയുണ്ട്. സോ കഴിവതും ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് ക്രീംസോ ഓയിൽസോ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ആൻഡ് ഒരുപാട് എക്സസീവ് ആയിട്ടുള്ള ഹീറ്റ് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഹൗ ടു സ്റ്റൈൽ യുവർ ഹെയർ യൂസിങ് ബ്ലോ ഡ്രയർ എന്ന് പറയുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കുറച്ച് ഓൾഡ് വീഡിയോ ആണ്, നിങ്ങൾക്ക് കണ്ടു നോക്കാൻ എനിക്ക് യൂസ്ഫുൾ ആയിരിക്കും. അടുത്തത് ബിയർഡ് ടൂൾസ്. നിങ്ങളുടെ ബിയർഡ് നിങ്ങളുടെ മേക്കപ്പ് പോലെയാണ്, നിങ്ങളുടെ ഫേസിന് ഒരു മേക്കപ്പ് പോലെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫേസിന് ഒരു സ്ട്രക്ചർ ആഡ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് നിങ്ങളുടെ ബിയർഡ്. അപ്പോൾ നിങ്ങളൊരു ബിയർഡ് സ്റ്റൈൽ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസിന് നന്നായിട്ട് ചേരുവോ, അത് നിങ്ങൾക്ക് കുറച്ചൊരു സ്ട്രക്ചർ തരുമോ ഒന്നും കൂടെ ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു ടൂൾ തന്നെയാണ് ട്രിമ്മർ. അതും ബിയർഡ് ട്രിമ്മർ, നല്ല ക്വാളിറ്റി ബിയർഡ് ട്രിമ്മർ. ഞാൻ റീസെൻ്റ്ലി ഒരു വീഡിയോ ചെയ്തായിരുന്നു, റീലും ഷോർട്സും ചെയ്തായിരുന്നു, ബെസ്റ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിമ്മർ എന്ന് പറയുന്ന വീഡിയോ. അതേ സെയിം ട്രിമ്മറാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഞാൻ ടാഗ് ചെയ്തേക്കാം. 700-800 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. ബോംബെ ഷേവിംഗ് കമ്പനിയുടെയാണ്. ടാഗ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. നിങ്ങൾ ഇപ്പോഴും മുടി വെട്ടാൻ പോകുന്ന കൂടെ തന്നെ ബിയർഡ് ഷേപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കഴിവതും അത് നിർത്താൻ ശ്രമിക്കുക. നിങ്ങൾ പതിയെ സ്വന്തമായിട്ട് ട്രിം ചെയ്യാനും പഠിക്കുക. ഞാൻ ഇന്നേ വരെ ഷോപ്പിൽ പോയി എൻ്റെ ബിയർഡ് ഞാൻ ഷേപ്പ് ചെയ്തിട്ടില്ല. ഞാൻ +2-ലാണ് എനിക്ക് ആദ്യം താടി വരാൻ. അന്ന് മുതൽ ഇന്നേ വരെ ഞാൻ തന്നെയാണ് എൻ്റെ ബിയർഡ് ഗ്രൂം ചെയ്യുന്നത്. സോ നല്ല രീതിയിൽ പൈസ ലാഭിക്കാനും പറ്റും. അതുമാത്രമല്ല, ഒരു ആണെന്ന നിലയിൽ നിങ്ങൾ ഉറപ്പായി അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കില്ല് കൂടെ തന്നെയാണ് നിങ്ങൾ ബിയർഡ് ഷേപ്പ് ചെയ്യുന്നത്. സോ ആ സ്കില്ല് പഠിക്കാൻ ശ്രമിക്കുക. ആദ്യമൊക്കെ തെറ്റും, പക്ഷേ പിന്നീട് നിങ്ങൾ ബെറ്ററായി വരും. സോ ട്രൈ ചെയ്യുക. രണ്ടാമത്തെ ടൂൾ ബിയർഡ് കോംബ്. നിങ്ങൾക്ക് നല്ല ലെങ്ത് ഉള്ള ബിയർഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബിയർഡ് നല്ല രീതിയിൽ ഗ്രൂം ചെയ്ത് വെക്കാൻ ഒരു ബിയർഡ് കോംബ് യൂസ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ആൻഡ് എനിക്ക് ഇതേവരെ നല്ല ലോങ് ലെങ്ത്തിൽ ഞാൻ ബിയർഡ് വെച്ചിട്ടില്ല. ബട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അടുത്തത് റേസർ. നിങ്ങൾ റേസറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ജില്ലറ്റിൻ്റെ ഒക്കെ 1500, 1100, 600, 700, 800 റേറ്റ് ഒക്കെ വരുന്ന ഒരുപാട് ഷെയിമിംഗ് സെറ്റൊക്കെ മേടിക്കുന്ന ഒരുപാട് ചെക്കന്മാരുണ്ട്. സോ അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷെയിമിംഗ് സെറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നേ ഞാൻ പറയത്തുള്ളൂ. ഡിസ്പോസിബിൾ ആയിട്ടുള്ള 1 or 2 യൂസ് കഴിഞ്ഞിട്ട് കളയാൻ പറ്റുന്ന 10 രൂപയുടെ സാധനം ഉണ്ട്, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഓൾഡ് സ്കൂൾ സ്റ്റൈൽ ട്രൈ ചെയ്യാൻ. ഞാൻ അന്ന് മുതൽ അത് തന്നെയാണ് ട്രൈ ചെയ്തത്. സിംഗിൾ ബ്ലേഡ് ഇട്ടിട്ട് ഷേവ് ചെയ്യുന്ന ടൈപ്പ് റേസർ അല്ലേ,
അത് ഇൻവെസ്റ്റ് ചെയ്യുക, അതാണ് ഏറ്റവും ബെസ്റ്റ്. എൻ്റെ ചീക്ക് ലൈൻസും നെക്ക് ലൈൻസും ഷേപ്പ് ചെയ്യാൻ അത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് മിക്ക ടൈമിൽ. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അത് തന്നെയാണ്. ഓവറായിട്ട് ഈ ഒരു കാര്യത്തിൽ പൈസ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. നാലാമത്തെ കാര്യം ഷേവിംഗ് ക്രീംസ്. നിങ്ങൾ ക്ലീൻ ഷേവാണെങ്കിലും ഈ ഞാൻ പറഞ്ഞ പോലെ ചീക്സ് ആണെങ്കിലും നെക്ക് ലൈൻസ് ആണെങ്കിലും ഷേപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഷേവിംഗ് ക്രീംസ് തന്നെ യൂസ് ചെയ്യുക. ഇപ്പോഴും നിങ്ങൾ സോപ്പ് തേച്ചിട്ടാണ് ഷേവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. ഒന്നാമത്തെ കാര്യം സ്കിന്നിന് ഒട്ടും നല്ലതല്ല. രണ്ടാമത്തെ കാര്യം കുറച്ചുകൂടി ബെറ്റർ ഷേവിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾ ഷേവിംഗ് ക്രീം യൂസ് ചെയ്താൽ കിട്ടും. കുറച്ചുകൂടി സ്മൂത്തർ ആയിട്ടുള്ള ഫ്ലോ കിട്ടും. അതുപോലെ തന്നെ മുറിവുകളൊന്നും വരാതിരിക്കാനായിട്ട് സഹായിക്കും. സോ കഴിവതും ഷേവിംഗ് ക്രീംസ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. ഒരു ടിൻ മേടിച്ച് കഴിഞ്ഞാൽ ഇത്ര ഒരു 10-15 കൂടുതൽ യൂസ് നിങ്ങൾക്ക് പറ്റും, അതും ഒരു ലിമിറ്റിൽ എടുത്താൽ. ഓക്കെ, സോ മാക്സിമം ഷേവിംഗ് ക്രീംസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക, സോപ്സ് ഒഴിവാക്കുക. ഇനി അടുത്തത് സ്കിൻ കെയർ ടൂൾസ്. സ്കിൻ കെയർ ടൂൾസിലോട്ട് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു ട്വീസറിലാണ്. നിങ്ങളുടെ ഫേസിൽ ഓൾമോസ്റ്റ് ഒരു നല്ല രീതിയിൽ നിങ്ങൾ അട്രാക്റ്റീവ് ആണെന്ന് കാണിക്കുന്ന ഒരു ഭാഗമാണ് നിങ്ങളുടെ കണ്ണ് എസ്പെഷ്യലി നിങ്ങളുടെ കണ്ണിൻ്റെ ഐബ്രോസ്. ആ ഒരു ഭാഗം നിങ്ങൾക്ക് യൂണിബ്രോ ഉണ്ടെന്നുണ്ടെങ്കിൽ കഴിവതും അത് മാറ്റാൻ ശ്രമിക്കുക. അതിന് പറ്റിയൊരു സംഭവം തന്നെയാണ് ട്വീസേഴ്സ്. മിക്കവരും ആ ഒരു ഭാഗം ഷേവ് ചെയ്യാറുണ്ട്, ട്രിം ചെയ്യാറുണ്ട്. കഴിവതും അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പ്ലക്ക് ചെയ്ത് തന്നെ കളയുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഈ ഒരു ഭാഗത്ത് മാത്രം നോക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. കഴിവതും മറ്റൊരു ഭാഗത്തും ടച്ച് ചെയ്യാതിരിക്കാനാണ് നല്ലത്. അത്യാവശ്യം ഓവറായിട്ട് ബൾക്കി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുവിധം മാനേജ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു നാച്ചുറൽ ലുക്ക് കീപ്പ് ചെയ്യണം എന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. ഐ പേഴ്സണലി പ്രിഫർ ദാറ്റ്. ഒരുപാട് അൺനാച്ചുറൽ ആയിട്ടുള്ള ലുക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫെമിനിൻ ആയിട്ട് നമ്മുടെ ഫേസ് തോന്നും, അത് നമുക്ക് വേണ്ട. രണ്ടാമത്തെ ഐസ് റോളർ. ഇതൊരു ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഫ്ലിപ്കാർട്ടിലൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ അഫോർഡബിൾ റേറ്റിൽ സാധനം കിട്ടും. നിങ്ങൾക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഒരു ബൗളിൽ തണുത്ത വെള്ളം എടുക്കുക, അതിനകത്ത് ഫേസ് പ്ലഞ്ച് ചെയ്യുക. അതിൻ്റെ ആവശ്യമുള്ള 15 to 20 seconds പ്ലഞ്ച് ചെയ്യുക, ഇടയ്ക്ക് റെസ്റ്റ് എടുക്കുക, 30 seconds ഗ്യാപ്പ് എടുക്കുക, വീണ്ടും ചെയ്യുക. 3-4 തവണ കണ്ടിന്യൂ ചെയ്യുക, ഓരോ ദിവസം ഓരോ തവണ വീതം. സോ അതിൻ്റെ ആവശ്യമുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് എടുത്ത് റബ്ബ് ചെയ്താൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി അതിന് വേണ്ടിയിട്ട് ഓവറായിട്ട് പൈസ സ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. മൂന്നാമത്തെ കാര്യം ഗുവാഷ. ഈ ഒരു സാധനം യൂസ് ചെയ്താൽ നിങ്ങളുടെ ഫേസിന് കുറച്ചുകൂടെ സ്ട്രക്ചർ വരും എന്നാണ് പറയുന്നത്. പണ്ട് മുതലുള്ള ചൈനീസ് ട്രഡീഷണൽ ടെക്നിക്കാണ്. നിങ്ങൾ ഫേസിൽ ഈ പഫീനെസ് ഒക്കെ മാറ്റാൻ ഇത് സഹായിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനെ ട്രൈ ചെയ്തിട്ടില്ല. പേഴ്സണലി ട്രൈ ചെയ്യാത്ത ഒരു കാര്യം തന്നെയാണ്. ഇത് സയന്റിഫിക്കലി പ്രൂവൺ അല്ല, അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം കറക്റ്റ് രീതി ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. മാക്സിമം അറിയാമെങ്കിൽ മാത്രമേ ചെയ്യാവൂ. ആൻഡ് ഐ വുഡന്റ് റെക്കമെൻഡ് ഇറ്റ്, ബട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. ആൻഡ് ഓബിയസ്ലി ലാസ്റ്റ് നിങ്ങളുടെ സ്കിൻ കെയർ ആയിട്ടുള്ള ഐറ്റംസ്, അതായത് നിങ്ങളുടെ ഫേസ് വാഷ്, നിങ്ങളുടെ മോയ്സ്ചറൈസർ, നിങ്ങളുടെ സൺസ്ക്രീൻ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സിറംസ് ഉണ്ടെങ്കിൽ അതും കൂടെ യൂസ് ചെയ്യേണ്ടത്. സ്കിന്നാണ് നിങ്ങളുടെ എന്താ പറയുക ഒരു ട്രോഫി എന്ന്, നിങ്ങളുടെ ഫേസിൻ്റെ ഒരു ഐശ്വര്യം തന്നെ നിങ്ങളുടെ സ്കിന്നാണ്. സോ അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. ഇനി എത്ര ലുക്കുള്ളവനാണെങ്കിൽ പോലും സ്കിന്ന് മൊത്തം ആക്നിയും ബ്രേക്ക്ഔട്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിവതും അത് ഒന്ന് മാനേജ് ചെയ്യാൻ നോക്കുക. അതാണ് കുറച്ചുകൂടെ ബെറ്റർ. നിങ്ങളുടെ ഓവറോൾ ലുക്സ് ഇമ്പ്രൂവ് ആക്കാൻ അത് സഹായിക്കും. സോ ട്രൈ ചെയ്യുക. ഇനി അടുത്തത് ബോഡി ഗ്രൂമിംഗ് ടൂൾസ്. ബോഡി ഗ്രൂമിംഗ് ടൂൾസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ സ്പെഷ്യൽ ആയിട്ടുള്ള ട്രിമ്മർ വെച്ചേക്കുന്നത് നല്ലതാണ്. ആൻഡ് ബോഡിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തൊരു ട്രിമ്മർ. കുറച്ച് ദിവസം മുമ്പ് എനിക്കൊരു ട്രിമ്മർ കിട്ടിയായിരുന്നു. നമ്മുടെ ആണുങ്ങൾക്ക് ബോഡിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തൊരു സാധനം തന്നെയാണ്. എസ്പെഷ്യലി നമ്മുടെ പ്രൈവറ്റ് പാർട്സിലും ബോൾസിലൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് മുറിവൊന്നും വരാത്ത രീതിയിലുള്ള ഡിസൈൻ തന്നെയാണ് ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുറിവൊന്നും വരാറില്ല. കമ്പയർഡ് ടു നോർമൽ സാധനം യൂസ് ചെയ്തതിനാൽ ഉറപ്പായും മുറിവ് വരും, ചോരപ്പുഴയായിരിക്കും. സോ മാക്സിമം അത് ഒഴിവാക്കിയിട്ട് ഈ ഒരു ട്രിമ്മർ യൂസ് ചെയ്യാൻ നോക്കുക. ഇതിന് ഡീറ്റെയിൽ വീഡിയോ വരുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പിന്നീട് ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അടുത്ത ടൂള് നെയിൽ ക്ലിപ്പേഴ്സ്. നമ്മുടെ നാട്ടിൽ തന്നെ ചില ചെക്കന്മാരെ കൈ കാണുമ്പോൾ തന്നെ ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കാനും തോന്നില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ തോന്നത്തില്ല എന്നുണ്ടെങ്കിൽ പെമ്പിളർക്ക് തൊടാൻ പോലും തോന്നത്തില്ല. സോ മാക്സിമം നഖം വെട്ടാൻ ശ്രമിക്കുക. അതിനുള്ളിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതെങ്കിലും അറ്റ്ലീസ്റ്റ് ക്ലീൻ ചെയ്യുക. കാലിലും കയ്യിലും വെട്ടാൻ ശ്രമിക്കുക, അതാണ് ഏറ്റവും നല്ലത്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൂടുതലും പറയാൻ, കാരണം ബേസിക് ആയിട്ടുള്ള കാര്യം തന്നെ കൊച്ചിലെ വീട്ടിൽ നിന്നൊക്കെ പഠിപ്പിച്ചൊരു സാധനമാണ്. അതുപോലെ ഇപ്പോഴും ചെയ്യത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂമിങ്ങിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ലെവലാണ് നിൽക്കുന്നത് ലുക്സ്. ഇനി മുഖം എങ്ങനെ എത്ര ലുക്കുള്ളവനാണെങ്കിൽ പോലും വൃത്തിയില്ല എന്നുണ്ടെങ്കിൽ വൃത്തിയില്ലാത്തവൻ തന്നെ. ആൻഡ് ബോഡി കെയറിൽ നോക്കുമ്പോഴത്തേക്ക് ലൂഫ യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അത് കഴിവതും യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കറക്റ്റ് രീതിയിൽ ഡ്രൈ ആക്കി, ഒന്നെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തതിന് പുറത്തിട്ട് ഡ്രൈ ചെയ്യുക, നല്ല രീതിയിൽ ഡ്രൈ ആക്കണം. കറക്റ്റ് രീതിയിൽ ഡ്രൈ ആയില്ല എന്നുണ്ടെങ്കിൽ ബാക്ടീരിയൽ ഗ്രോത്ത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിൻ അലർജീസും പല പ്രശ്നങ്ങളും സ്കിന്നിന് വരാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ബെറ്റർ ഓപ്ഷൻ എന്ന് വെച്ചാൽ സിലിക്കോൺ സ്ക്രബ്സ് ആണ്. ഇതിൽ ബാക്ടീരിയൽ ഗ്രോത്ത് വരത്തില്ല, കറക്റ്റിന് ഡ്രൈ ആവുകയും ചെയ്യും. സോ മാക്സിമം ഒന്നെങ്കിൽ സിലിക്കോൺ സ്ക്രബ്സ് യൂസ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ യൂഫോ യൂസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ കൈ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അടുത്തത് ഓറൽ കെയർ. നിങ്ങൾ ഓറൽ കെയർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെയാണ് ഓബ്വിയസ്ലി ടൂത്ത് ബ്രഷ്. 10 രൂപയ്ക്ക് 20 രൂപയ്ക്ക് കിട്ടുന്ന നല്ല തിക്കായിട്ടുള്ള ടൂത്ത് ബ്രഷ് ഉണ്ട്. കഴിവ് അത് ഉപയോഗിക്കാതിരിക്കാൻ നോക്കുക. ഡോക്ടേഴ്സും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അത്. കാരണം എന്താ വെച്ചാൽ ഇത്രയും തിക്കായിട്ടുള്ള ബ്രിസിൽസ് നിങ്ങളുടെ ഗമ്മിനെ നല്ല രീതിയിൽ ഡാമേജ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സോഫ്റ്റർ ആയിട്ടുള്ള ബ്രിസിൽസ് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ നമ്മളെ പോലത്തെ സാധാരണക്കാരനെ അതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഗോ ഫോർ ഇറ്റ്. നിങ്ങൾക്ക് ടാഗ് ചെയ്തേക്കാൻ ഒരു പ്രോഡക്റ്റ് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ വിട്ടേക്കാൻ നോർമൽ ടൂത്ത് ബ്രഷ് തന്നെ ഒരു മയത്തിൽ ഡെയിലി 2 തവണ ബ്രഷ് ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം തന്നെ ഒരു ടങ് ക്ലീനർ. നിങ്ങൾ മാക്സിമം ടങ് ക്ലീനർ യൂസ് ചെയ്യാൻ നോക്കുക. അതും രാവിലെയും രാത്രി ബ്രഷ് ചെയ്തതിന് ശേഷം
മുമ്പ് ഫുഡ് കഴിച്ചതിന് ശേഷം ചെയ്താലും കുഴപ്പമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഫുഡ് ഡെപ്പോസിറ്റ് ഉള്ളതുകൊണ്ട് കാരണം തന്നെയാണ് ബാഡ് ബ്രെത്തിന് ലീഡ് ചെയ്യുന്ന ഏറ്റവും വലിയ റീസൺ. നിങ്ങൾക്ക് ബാഡ് ബ്രെത്ത് ഉണ്ടെങ്കിൽ ഇതിന് ഒരു 50-60% റോൾ പ്ലേ ചെയ്യുന്ന ഈ നാക്ക് പഠിക്കാത്തതുകൊണ്ടായിരിക്കാം. അടുത്തതായിട്ടൊരു മൗത്ത് വാഷ്. നിങ്ങൾ എപ്പോഴും ഒരു മൗത്ത് വാഷ് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നാട്ടിലല്ല ബ്രഷ് എടുക്കാൻ മറന്നുണ്ടെങ്കിൽ ട്രാവൽ സൈസിലുള്ള മൗത്ത് വാഷ് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് യൂസ് ചെയ്യുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. അത് ബ്രഷിങ്ങിൽ അത്രയും വരത്തില്ല, എന്നാൽ പോലും ഒന്ന് യൂസ് ചെയ്യുക. ബാഡ് ബ്രെത്ത് ഒഴിവാക്കാനും മൗത്ത് കുറച്ചുകൂടെ ഫ്രഷ് ആക്കി കീപ്പ് ചെയ്യാനും ഇത് സഹായിക്കും. വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ അടുത്തത് നിങ്ങൾ ഓർഡർ. നിങ്ങളുടെ സെൻഡ് നല്ലൊരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട് ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഇനി ആൾക്കാരുടെ മെമ്മറീസിൽ നിങ്ങളുടെ മണം ലാസ്റ്റ് ചെയ്യും. അത് സയന്റിഫിക്കലി പ്രൂവൻ തന്നെയാണ്. നിങ്ങൾ ഒരാളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ മണത്ത് കഴിഞ്ഞാൽ ആ മണം അവർക്ക് പിന്നീട് കിട്ടുമ്പോഴത്തേക്ക് അവർക്ക് നിങ്ങളെയാണ് ഓർമ്മ ചെയ്യുന്നത്. സോ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടുതൽ തന്നെയാണ് ഈ മണം. നിങ്ങൾ എപ്പോഴും ഏതൊരു ടൈമിലാണെങ്കിൽ പോലും നല്ല മണമായിരിക്കണം നിങ്ങളുടെ അടുത്തല്ല, നാറാൻ പാടില്ല. വീട്ടിൽ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ പോലും കുളിച്ച് കഴിഞ്ഞാൽ പെർഫ്യൂംസ് യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ആൻഡ് ആ ഒരു കാര്യത്തിൽ പെർഫ്യൂംസിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. എസ്പെഷ്യലി ഗേൾസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ കോംപ്ലിമെന്റ്സ് കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള പെർഫ്യൂംസിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരാവശ്യം ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. ആൻഡ് ആ ഒരു കാര്യത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾ തന്നെ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു പെർഫ്യൂം ബ്രാൻഡാണ്. ലക്ഷറി രീതിയിലുള്ള ബ്രാൻഡ്സിലെ ഇൻസ്പയർഡ് വേർഷൻ. ആൻഡ് ബെസ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് 7 to 8 hours ഇത് ലാസ്റ്റ് ചെയ്തിരിക്കും. ആ ഒരു കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി. ഓൾമോസ്റ്റ് 80% ഓഫ് ദ പെർഫ്യൂംസും 7 to 8 hours ലാസ്റ്റ് ചെയ്യും. ആൻഡ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. ഞങ്ങൾ ഉടനെ തന്നെ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. കുറച്ച് ഡിലേ ഉണ്ട്. നിങ്ങൾക്ക് പേജ് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്ക്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം. പേരൊക്കെ ഇനി അവിടെ നിന്ന് റിവീൽ ചെയ്തേ ഉള്ളൂ. ആൻഡ് ഓഫ് കോഴ്സ് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെ ആയിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. നിങ്ങൾ പേജ് ഫോളോ ചെയ്തേക്കുക, കൂടുതൽ അപ്ഡേറ്റ്സ് അവിടെ ആയിരിക്കും വരുന്നത്. സോ തൽക്കാലം ഇത്രേ പറയുന്നുള്ള പ്രോഡക്ട്സ് എല്ലാം ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ പെർഫ്യൂംസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. നിങ്ങൾ അതിനെ കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അതിനകത്ത് പറയുന്നതായിരിക്കും. സോ ഇത് വീഡിയോക്ക് ഇത്ര വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ 2 ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്തൊരു വീഡിയോ പിന്നെ കാണാം. ബൈ.